എലികൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഇവരെ ആ ഒരു ട്രാപ്പിലാക്കാൻ, അതായത് അവരുടെ ശരീരം നശിപ്പിച്ച് അവരുടെ ആ ഒരു നാട് നശിപ്പിച്ച് ആ ഒരു ബയോളജിക്കൽ വാർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹോസ്പിറ്റലായിട്ടുള്ള ഒഴുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് വേറൊന്നുമല്ല, സുഖങ്ങൾ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറെല്ലാം കൊടുത്തു. അതായത് ജസ്റ്റ് ഒരു EMIക്ക് 25-30 ലക്ഷം രൂപയുടെ കാറൊക്കെ കൊടുത്തു. അപ്പൊ ഡൽഹിയിലും മുംബൈയിലെല്ലാം ഇത് പണ്ടേ ചെയ്താണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഡൽഹിയിൽ ഇപ്പൊ ആ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞു, എലികളെല്ലാം നരകിച്ച് മരിക്കാറായി. ഇവിടുത്തെ എലികൾ പയ്യനെ അത് റെക്കഗ്നൈസ് ചെയ്ത് വന്നേ ഉള്ളൂ. കുറച്ച് അറിവുള്ള എലികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വരുന്ന മാറ്റങ്ങൾ. അല്ലാത്ത എലികൾ ആ ഒരു ഫോണും പിടിച്ചിങ്ങനെ നടപ്പണ്ടേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹി പോലത്തെ സ്ഥലത്ത് നിറച്ചും കാറുകൾ അങ്ങ് ഇറങ്ങി. ഓക്കെ, കാറുകൾ ഇറങ്ങി ട്രാഫിക് തുടങ്ങി. അപ്പൊ സയന്റിഫിക്കലി ചിന്തിക്കേണ്ടത് വേറൊന്നുമല്ല, പെട്രോളിയം. ഞാൻ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, അതായത് ഈ ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു സൾഫർ, ലെഡ്, അതോടെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇതെല്ലാം തന്നെയാണ് നമ്മൾ പണം കൊടുത്തു നമ്മൾ പെട്രോൾ അടിക്കുന്നല്ലേ, 100-110 രൂപയൊക്കെ പെട്രോൾ അടിക്കുന്നു. ആ പെട്രോൾ അവർ ബ്ലോക്കിലിട്ട്, ഓക്കെ, ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു പ്രയോറിറ്റി കാര്യമാണ്. കാരണം ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഫ്യൂല് കത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു പൊല്യൂഷൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ്, സൈഡ് വഴി അവർ ഡ്രൈനേജിനൊക്കെ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിഡിത്തരങ്ങൾ വേണ്ടിയിട്ട് ആ ഗവൺമെന്റും കാര്യങ്ങളെല്ലാം കാണക്ക് വേണ്ടി മരങ്ങളെല്ലാം വെട്ടിക്കളയും. അപ്പൊ ഈ പറയുന്ന പൊല്യൂഷൻ ആയിട്ടുള്ള ഗ്യാസ്, ആ ഒരു വിഷം അവിടെ തന്നെ തങ്ങിക്കിടക്കും. അതോടൊപ്പം കാറിന്റെ ഉള്ളിൽ AC വഴിയും ആ ഒരു ഡിയോഡറന്റ്, ആ ഒരു എയർ ഫ്രഷനറൊക്കെ വഴിയും അങ്ങനെയും കെമിക്കൽ ഉള്ളിൽ കയറ്റുന്നത്. അങ്ങനെ ഒരു സറൗണ്ടിങ്സ് കംപ്ലീറ്റ് ഒരു വിഷമാക്കി. അതായത് പ്രാണൻ, ആത്മാവ്, ശ്വാസം ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആൾക്കാർ ആ സുഖത്തിനുള്ളിൽ, ആ തണുപ്പിന്റെ ഉള്ളിൽ, കാരണം AC അല്ലെങ്കിൽ ആ ഒരു തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഉപയോഗിച്ചത് ആ ഒരു കമ്പ്യൂട്ടറിനെ തണുപ്പിക്കാൻ വേണ്ടി, ആ പ്രൊസസ്സറൊക്കെ തണുപ്പിക്കാൻ വേണ്ട. അപ്പൊ പിന്നെ ആൾക്കാർ ആലോചിച്ചു, ഇത് അവർക്ക് കൊടുക്കാം. ഒക്കെ അങ്ങനെയും കുറെ പേരുടെ ആയുസ് കുറയും. അപ്പൊ അതിന്റെ AC ആയി മാറി, ആൾക്കാരുടെ ബെഡ്റൂമിൽ വരെ എത്തിക്കഴിഞ്ഞു. അതായത് ആൾക്കാർ മരമെല്ലാം വെട്ടി പുറത്തെല്ലാം ചൂടാക്കി, ഓസോണെല്ലാം കളഞ്ഞ് അന്തരീക്ഷം ചൂടാക്കി AC പോയി കിടക്കും. AC എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൂര വേഷം. അപ്പൊ അങ്ങനെയും കുറെ എലികൾ അവിടെ കിടന്ന് മരിക്കുന്നു. അതോടൊപ്പം ജങ്ക് ഫുഡും കാര്യങ്ങളെല്ലാം അവരുടെ പ്രൈമറി ഹിസ്റ്ററി ആയി മാറിക്കഴിഞ്ഞു അവരുടെ ലൈഫിൽ. അപ്പൊ അങ്ങനെയും കുറെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഈ വണ്ടി, ഇപ്പൊ ഡൽഹിയിലെല്ലാം വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കണേ. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് എന്താ ഇത്, വരട്ടെ എന്തും ചെയ്തോ ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം പണം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റും ജുഡീഷ്യൽ ഒഴിക്കണം. എയർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫൈൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കൊമ്പ് കുത്തിയിട്ട് എന്തൊക്കെയോ എഴുതി തരുന്നു. പക്ഷെ എയർ പൊല്യൂഷൻ, KSRTC ഈ പറയുന്ന ബസ്സുകളെല്ലാം ഹൈലി പൊല്യൂഷൻ ആണ് പുറത്തേക്ക് തള്ളുന്നത്. പക്ഷെ ഇതൊന്നും ചോദിക്കാനും പറയാനും കണ്ടുപിടിക്കാനുള്ള ചിന്ത ആർക്കും ഇല്ല. ഓക്കെ, ബോധമില്ല. അതായത് അവർ 1950 ആ ഒരു സിസ്റ്റത്തിലാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവസാനം ശ്വാസം മുട്ട് നേരിട്ട് കാണുമ്പോൾ പോലും മനസ്സിലാവുന്ന രീതിയിലായിട്ടും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു 25 വയസ്സുള്ള ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മുംബൈയിലൊക്കെ വേണ്ട, ഇവിടെ പൊല്യൂഷൻ ഒന്നും ഇല്ലെന്ന്. ഓക്കെ, പൊല്യൂഷൻ ഒരിക്കലും പേരെഴുതി വരില്ല. ഞാൻ പൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വരില്ല. നമ്മൾ ഈ കാണുന്ന പുക, ഈ പറയുന്ന പൊടി, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പോകുമ്പോഴാണ് പൊല്യൂഷൻ എന്ന കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ എലികൾക്ക് ഇതൊന്നും അറിയില്ല. എലികൾ ഇങ്ങനെ ഭ്രമിച്ചു നടക്കണേ. പക്ഷെ അവരുടെ എല്ലാവിധ അവയവങ്ങളും, അവരുടെ സെമൻ, അവരുടെ സ്പേം, അവരുടെ ടെസ്റ്റോസ്റ്റെറോൺ, അങ്ങനെ സെക്ഷൽ ലൈഫും പോകും, അവരുടെ കുഞ്ഞും നശിക്കും. ആ രീതിയിലായി കഴിയുമ്പോൾ അവർ സക്സസ് ആവും.